ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എന്താ വെച്ചാൽ ദിലുവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഓക്ക് ഇവിടെ ചായക്കടിയില്ല, തിന്നാനില്ല, ഉപ്പേരിക്കില്ല, ഇവിടെ ഒന്നുമില്ല എന്നുള്ളൊരു പരാതി ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഗൈസ് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ദിലുവിന് എന്താ വാങ്ങിക്കൊടുത്ത് ഞാൻ കാണിച്ചതാണ്. അവളെ പരാതി ഇന്ന് നമ്മൾ തീർക്കും. ജിലേബി, അതായത് നമ്മൾ ചിലയിടത്ത് എന്താ പറയും ചക്കര മുട്ടായി എന്നൊക്കെ പറയുന്നത്, അതായത് മലപ്പുറം മുട്ടായി, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് ഇതിലോ. ഇതിൻ്റെ കേസ് എനിക്ക് അറിയോ ഗൈസ്? ഒരു കഥ പറഞ്ഞു കേട്ടോ. ഇതിന് സ്റ്റോറി ഉണ്ട് മലപ്പുറം മുട്ടായിക്ക്. കാരണം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ഈ മലപ്പുറം മുട്ടായിക്ക് ഞാനും എൻ്റെ ചങ്ങായും തല്ലുപിടിക്കുന്നു. അങ്ങനെയല്ല, അതിന്റെ കേസ് എന്ന് വെച്ചാല് ഞങ്ങള് ക്ലാസ്സിൽ ഇരിക്കട്ടോ, അത് +1 അന്ന്. +1 ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ ബാക്ക് ബെഞ്ചിലാണ്. ഞങ്ങൾ പിന്നെ ബാക്ക് ബെഞ്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ അങ്ങനെ എന്തോ വർത്താനത്തിൻ്റെ അടിയിൽ കൂടെ മലപ്പുറം മുട്ടായി പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു അതേതാ മുട്ടായി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു റോഡ് സൈഡിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ, അത് ജിലേബി. അപ്പോൾ ഏയ് അത് മലപ്പുറം മുട്ടായി. ഫുള്ള് ഞങ്ങൾ രണ്ടോളം അങ്ങോട്ടും കൊണ്ടും കച്ചറ. അപ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളോട് എന്താണ് എങ്ങനെ ചോദിച്ചു. അല്ലാ പെട്ടില്ലേ. മാഷിന്റെ പേര് അതല്ല പറയണ കേക്ക്. അപ്പോ ഞങ്ങളോട് മാഷിൻ മറ്റേ മാഷി മറ്റേ എന്തോ ആർമിയിലോ എന്തൊക്കെയാണ് മൂപ്പര് തന്നെ ഞങ്ങൾക്ക്. ഞാൻ അതിലും നീപ്പിച്ചു. ഞങ്ങൾ രണ്ടാളെ നീച്ചിട്ട് എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ ഞാനും അവന്റെ മുഖത്ത് നോക്കിയിട്ട് എത്ര പ്രശ്നം തല്ലുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു മാഷേ ഈ മലപ്പുറം മുട്ടായി പോകാൻ പറഞ്ഞു ഞങ്ങളുടെ ജിലേബി എന്നാ പറയാറ്. അതിൽ മൂപ്പര് ഞങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒരു സംശയം. അപ്പൊ അത് ചില ഭാഗത്ത് അതിന് ജിലേബി എന്ന് പറയും, ചില ഭാഗത്തിന് മലപ്പുറം മുട്ടായി പറയും. ഇന്നലെ മറന്നു അയിമോണ്ട് ഒതുക്കി. ഞാനൊക്കെ പേടിച്ചു കഴിഞ്ഞ മൂപ്പരത്തിലിട്ട് ട്രോളോന്നില്ല. പിന്നെ അതാണ് അതങ്ങനെ കേസ്. അത് കഴിഞ്ഞിട്ട് ദിലുവിന് ഇതാണ്. ഇത് എരിവുള്ളതാട്ടോ ഗൈസ്, ഇത് എരിവുള്ളതാണ്. ഇത് മധുരം പോണ്. പിന്നെ ഉള്ളത് ഇത് എന്താ പറയാ മാഗിന്റെ ടേസ്റ്റ് ഒക്കെ ഉള്ള ടൈപ്പില്ലേ, യെസ് അതുണ്ട്. പിന്നെ എന്താ പറയാ ഇതൊക്കെ കൊടുക്കുന്ന വാങ്ങി. പിന്നെ ഇത് മധുരം, അതായത് ഇതിന്റെ നേരെ മധുരമുള്ള ടൈപ്പ്. അങ്ങനെ ഇത്തിരി ഐറ്റംസ് പിന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദിലുവിന് മാങ്ങ, ദിലുവിന് ഇപ്പൊ 3-ാം മാസമാണ്. അപ്പൊ ചമ്മന്തി അരക്കാൻ. പിന്നെ ഇത് ദാരിദ്ര്യത്തിന്റെ ചീട്ട്, കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതില് 3 ദിവസം അയച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഒന്നിച്ച് അയച്ചിക്കണം പൈസ ലാഭിച്ചാൻ വേണ്ടിട്ട്. പിന്നെ ഗൈസ് നമ്മളെ ഉറങ്ങിയിട്ടുണ്ട്. ഓക്കും വേണ്ടിട്ട് ഓക്കും ദിലുവിന് നമ്മൾ എന്ത് ചെയ്ത് ഓരോ ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ബോംബ് പൊട്ടിയാലും ഒരാൾ നീച്ചൂല. ചോറ് കൈയിടുമ്പോ നീച്ചിട്ടോള് വരും. ഇനി കളിച്ചു. അപ്പൊ ഓക്ക് തീർത്ത് കൊടുക്കും. ഇതിപ്പോ നമ്മൾ ദിലുവിന് കൈമാറിയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ എന്തെന്ന് ഉദ്ദേശിച്ച അപ്പൂസിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോ എടുക്കണം കരുതിട്ടോ. കാരണം മോള് ചെറുപ്പത്തിൽ വാങ്ങിയ ടോയ്സുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ. യെസ്, അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെണ്ണം കരുതിനും. ഗോ ഗൈസ്, ആൾ ഉറങ്ങിപ്പോയി. അപ്പൊ ഇൻഷാല്ലാ ആ വീഡിയോ നാളെയൊക്കെ ആയിട്ട് ഇൻഷാല്ലാ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം ദിലുവിനുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കുക്കിംഗ് തുടങ്ങണം ഗൈസ്. കാരണം ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്? ഞാൻ അതിലെ കടയിൽ ഫുള്ള് കണക്കൂട്ടിക്കണം. എൻ്റെ അടിയിൽ കൂടെ വീഡിയോ കോൾ വേണ്ടി വരുന്നത്. എന്തൊക്കെ പറഞ്ഞത് ആ ചെറിയുണ്ടല്ലോ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്. നമ്മളൊരു കണക്കെടുക്കാനൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഗൈസ് ഒരു കോള് വരുന്നിട്ട് കട്ടായി കളി പറഞ്ഞു. ഞാൻ നല്ല നൈസായിട്ട് ഊരി. പിന്നെ നമ്മള് സമാധാനം പിന്നെ കടക്കെ അടച്ച് ഇതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഫ്രഷ് ആവണം. അപ്പൊ ഞാൻ കുളിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ സെറ്റ് ചെയ്യും, നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ മെയിൻ അതിഥിനെ നമുക്ക് ഉണർത്താൻ പറ്റുമെന്നില്ലത് നമുക്കൊന്ന് പോയോക്കാം ഗൈസ്. അപ്പൂച്ചേ പപ്പുവിന്റെ പൊന്നും കട്ടക്ക് മമ്മമ്മമാണ്ടേ ഈ
പൈസയൊക്കെ ഉണ്ടോ എന്നാ പപ്പ ഗൈസ് ഇനി കൊടുത്തില്ല സങ്കടം വേണ്ട ഗൈസ് ഇപ്പോഴൊരു സമാധാനമായിട്ട് ഞങ്ങൾ നേരെ കുളിക്കണം അപ്പൂസിൻ്റെ ഡോറാ പൂജയൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുക ഭക്ഷണത്തേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് മുട്ടക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി പ്ലേറ്റിക്ക് ഇടാം അപ്പോൾ ഇന്ന് എന്തൊക്കെ വെച്ചാൽ മുട്ടക്കൂട്ടാനും കിഴങ്ങൂരിയും പിന്നെന്താണ് അച്ചാറും ഗായ്സ് കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ ദിലു ഇവിടെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കണം ഓള് ഡയലോഗ് അടിച്ചോളൂ തിരക്കടില്ല അപ്പൂസ് ഇതാ ചായയും പിടിച്ചിരിക്കണം എന്നാൽ കൊണ്ട ചാവി പറഞ്ഞപ്പോൾ അവൻ തന്നോളൂ ഗായ്സ് അടുക്കളയിൽ ചേരാണ് മണി കണ്ടോളൂ ജിലേബിയൊക്കെ കഴിഞ്ഞ ഏകദേശം എത്ര ആയി പിന്നെ ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞൊക്കെ റെഡിയായി ഇതാണെങ്കിൽ നൊരൊളിച്ചിട്ടാണെങ്കിൽ അങ്ങനത്തെ ദിലുവിന് ഒന്നുമില്ലാത്ത പരിപാടി മാങ്ങ അച്ചാർ ഇടണല്ലോ ഓളെ ഫ്രണ്ട് എവർക്ക് കാനഡയ്ക്കോ ദുബായോ സൗദി അറേബ്യ എവിടേക്കാണ് UK പോവാണ് അപ്പോൾ ഓക്ക് UK ഇമ്പോർട്ട് ചെയ്യാൻ അച്ചാറാണ് ഇവിടെ നമ്മൾ എന്ത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ ഒന്ന് ഉറങ്ങുക അന്ന് നല്ല രസം ഉണ്ടാവും ഗൈസ് അപ്പോൾ നല്ല മാങ്ങ അച്ചാർ UK കൊണ്ടുപോകാൻ നിൽക്കണം അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് വെളുത്തുള്ളി തോലൊളിച്ചിട്ടുണ്ട് അജ് ഓരോന്ന് തോലൊളിച്ച് കുത്തിരുന്നു ഞങ്ങൾ ഏതായാലും പോയിട്ട് ഉറങ്ങട്ടല്ലേ ഒക്കെ മനസ്സിലായി ഞങ്ങൾ പോവാം ഗൈസ് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് അപ്പോൾ അസ്സലാമു അലൈക്കും